നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സാമ്പത്തികം ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട്. അത് നിലനിർത്തുവാനാണ് ആർക്കും പറ്റാത്തത്. നമ്മുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുവാൻ ഒരു എളുപ്പമൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ചെറിയൊരു കാരണമാണ്. ആ കാരണങ്ങൾ നമുക്ക് നികത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അതാണ് ഇന്നത്തെ ടിപ്സ്. ഓക്കെ, ഇന്ന് നിങ്ങളുടെ നാളെയും മറ്റന്നാളും എന്നുള്ള പ്രോഗ്രാം ഇടുകയാണ്. മറ്റന്നാൾ വെള്ളിയാഴ്ച പൗർണമിയാണ്. പൗർണമിയുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവൻ വടക്കുപേരാശ്വം മഠാധിപതിയും തേജസ് ഫെങ് ഷൂയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്ന പരിഹാരം ചെയ്തു തരാം. നമ്മുടെ വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ് ഷൂയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2024 നവംബർ മാസം 14-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, തുലാമാസം 29-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ 6:17 സൂര്യോദയം. വൈകുന്നേരം 5:54 സൂര്യാസ്തമയമാണ്. രാഹുകാലം 1:32 2:59 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:42 12:03 മധ്യയാണ്. മുഹൂർത്തം 12:07 12:28 മധ്യയാണ്. യമകണ്ഠ സമയം 6:17 7:44 മധ്യയാണ്. ഗുളികൻ ഉദയം 9:11 10:38 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. അശ്വതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളെ. പ്രത്യേകിച്ച് യാത്ര, ഔഷധ സേവ ഇതൊക്കെ ചെയ്യുവാനും വിദ്യാരംഭത്തിനും ശില്പകലാഭ്യാസത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ്. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ഗൃഹസംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളെല്ലാം ചെയ്യുവാനും ഒക്കെ വളരെ നല്ലൊരു ദിവസമാണ്. നല്ല എല്ലാം കൊണ്ടും ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയുടെ ദിവസം ആഴ്ചയിലെ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്യുത്തമമായിരിക്കും. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ്. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, അസുഭജ്യ ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകനാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ചൊരു ദോഷങ്ങളാകുന്നില്ല. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ദിവസമാണ് നാളത്തെ വ്യാഴാഴ്ചത്തെ ദിവസം. അത്രയും നല്ല സൂപ്പറായിട്ടുള്ള ദിവസമാണ്. ഓക്കെ, അപ്പം അടുത്ത ദിവസത്തെക്കുറിച്ചുകൂടെ നോക്കാം. 2024 നവംബർ മാസം 15-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, തുലാമാസം 30-ാം തീയതി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സൂര്യോദയം 6:18 സൂര്യോദയം. വൈകുന്നേരം 5:54 സൂര്യാസ്തമയമാണ്. രാഹുകാലം 10:39 12:06 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:42 12:04 മധ്യയാണ്. മുഹൂർത്തം 12:08 12:29 മധ്യയാണ്. ഗുളികൻ ഉദയം 7:45 9:12 മധ്യയാണ്. യമകണ്ഠ സമയം 3 മണി മുതൽ 4:27 വരെയാണ് ഗുളികൻ യമകണ്ഠ സമയം വരുന്നത്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഭരണി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ്. എന്നാലും എന്തെങ്കിലും മന്ത്രപ്രയോഗങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. പിന്നെ ശില്പകർമ്മങ്ങൾക്കും പ്രതിഷ്ഠയ്ക്കും അതൊക്കെ കൊള്ളാൻ നല്ലൊരു ദിവസമാണ്. വാസ്തുകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അതായത് പുതിയ വീടിന് കല്ലിടൽ, അതേപോലെ തന്നെ കുറ്റിയടിപ്പ്, കട്ടളവയ്പ്പ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു ദിവസമാണ് അന്നത്തെ ദിവസം. ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമാണ് ഈ പറയുന്ന വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചത്തെ മറ്റൊരു പ്രത്യേകത പൗർണമിയും കൂടെയാണെന്ന്. അപ്പോൾ പൗർണമിയും വെള്ളിയാഴ്ചയും കൂടെ വരുന്നൊരു ദിവസം അതിവിശേഷമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പം വെള്ളിയാഴ്ച പറ്റുമെങ്കിൽ ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സന്ധ്യ സമയത്ത് ഒരു പൊങ്കാല ഇടാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം പൗർണമി പൊങ്കാല നമ്മളിടുന്നത്, മറ്റത് ഞാൻ പറയുന്നുണ്ട്, പൗർണമി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഞായറാഴ്ച ഇടുന്ന പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മൾ ബാലസൂര്യന് വേണ്ടിയാണ് ഇടുന്നത്. പൗർണമി ദിവസം നമ്മളിടുന്ന പൊങ്കാല ചന്ദ്രന് വേണ്ടിയാണ് ഇടുന്നത്. അപ്പം പൗർണമി പൊങ്കാല നിങ്ങൾക്ക് പൗർണമിയുടെ അന്ന് സന്ധ്യസമയത്ത് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയത്ത് നിങ്ങളൊരു പൊങ്കാല ഇട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത്യുത്തമമാണ്. അത്രയും പവർഫുള്ളാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ചന്ദ്രത്രാടകം നിങ്ങൾ ചെയ്യണമെന്ന് പറയാറുണ്ട്. ചന്ദ്രത്രാടകം എന്ന് പറയുമ്പം നമ്മൾ കുറച്ച് നേരം ശുദ്ധിയായി നല്ല ദേഹശുദ്ധിയോടുകൂടി നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങിയിരുന്ന് കസേരയിട്ടിരിക്കുക, അല്ലെങ്കിൽ തറയിലിരിക്കുക, ചമ്രമണി എങ്ങനെയാവാം,
ദേവശുദ്ധിയോടുകൂടി ഇരുന്നു കൊണ്ട് ചന്ദ്രനെ യമപെട്ടാതെ കുറച്ച് നേരം നോക്കിയിരിക്കുക. അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഒരു എന്താ പറയുക, ഒരു പ്രാണായാമം നമ്മൾ ചെയ്യേണ്ടത്. അത് 2 വിരൽ ഇങ്ങനെ പിടിക്കുക, ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക, വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ആണുങ്ങൾ പുരുഷന്മാരെല്ലാം ചെയ്യേണ്ടത് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. അങ്ങനെ ഒരു 21 പ്രാവശ്യം ചെയ്യുക. സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിൽ കൂടെ വിടുക. അങ്ങനെയും കുറച്ച് നേരം ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് നേരം ചെയ്തിട്ട് തീറ്റ ലെവൽ ബ്രീത്തിങ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ബ്രീത്ത് ഒരു 21 പ്രാവശ്യം ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മുടെ കോൺസെൻട്രേഷൻ ഈ പോയിൻറ്റിൽ വരണം, നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത്. എന്നിട്ട് ശ്വാസഗതി എന്ന് പറയും. നമ്മുടെ എല്ലാ സമയവും ഒരേ മൂക്കിൽ കൂടെ അല്ല ശ്വാസം പോകുന്നതും പുറത്തോട്ട് വരുന്നതും, അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം കയറണമെങ്കിൽ വലത് മൂക്കിൽ കൂടെ പുറത്തോട്ട്, വലത് മൂക്കിൽ കൂടെ പോകണം ഇടത് മൂക്കിൽ കൂടെ. ആ ഒരു ശ്വാസഗതി മാറി ഓട്ടോമാറ്റിക്കായിട്ട് മാറി വരാറുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ പോയിൻ്റ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മാത്രമേ അത് കാണാൻ പറ്റൂ. അപ്പം അത് നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് നമ്മൾ ഉള്ളിലോട്ട് പോകുന്ന ശ്വാസം, നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്ന ശ്വാസത്തെ ഒരു വൈറ്റ് കളറായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യുക. ഒരു വെള്ള കളറുള്ള ശ്വാസം ഉള്ളിലോട്ട് പോകുന്നു, തിരിച്ച് നമ്മൾ പുറത്തോട്ട് വന്നത് ബ്ലാക്ക് കളർ, കറുത്ത കളറുള്ള ശ്വാസം പുറത്തോട്ട് വന്നു. അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ദുഃഖവും ദുരിതവും എല്ലാം കൂടെ ഈ ശ്വാസത്തിലൂടെ പുറത്തോട്ട് പോകുന്നു എന്നൊന്ന് ഇമാജിൻ ചെയ്യുക. എന്നതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ ഇരിക്കുക. എന്നതിന് ശേഷം പതിയെ കണ്ണ് തുറന്ന് ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കുക. ചന്ദ്രൻ്റെ കണ്ണ് മവാട്ടാതെ കുറച്ച് നേരം നോക്കിയിരിക്കുക. ഒത്തിരി ഭംഗിയാണ് കാണാൻ. കാരണം പല നമുക്ക് വേണ്ടപ്പെട്ട പല ആൾക്കാരുടെയും മുഖങ്ങൾ വരെ അവിടെ തെളിഞ്ഞു വരും. പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും, പലതും കാണാൻ പറ്റും. ആ നമ്മുടെ ഓറയൊക്കെ അപ്പോൾ സ്ട്രോങ് ആവും. കാരണം ഒരു പൗർണമിക്ക് നമ്മൾ ചെയ്ത അടുത്ത പൗർണമി വരെ നമ്മുടെ ഓറ ലെവൽ അത്രയും സ്ട്രോങ് ആയി നിൽക്കും. നമുക്ക് ഈശ്വരാധീനം കൂടുതൽ കിട്ടും. വളരെ പവറാണ്. നെഗറ്റീവ് എനർജി ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. ഈ ത്രാടകം കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കൂ. വളരെ പവർഫുള്ളാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ പൊങ്കാല ഇടൂ. ആ പൊങ്കാല ഇട്ടതിന് ശേഷം ഈ ത്രാടകം കൂടെ ചെയ്ത് നോക്കൂ. പൊങ്കാല ഇടുന്നത് സാധാരണ നോർമൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും നിങ്ങൾ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പായസം വയ്ക്കുന്ന ആ കാലത്തിലിട്ടാൽ മതി. പക്ഷേ ഈ നമ്മുടെ ചന്ദ്രപ്പൊങ്കാല, അതായത് പൗർണമി പൊങ്കാല, പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ഞായറാഴ്ച വരുന്നതിന് ശുദ്ധമായിട്ടുള്ള പുതിയ കലത്തിൽ വേണം ഇടാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എപ്പിസോഡൊന്നും കൂടെ കിടക്കുകയാണ്. നമ്മളിൽ നിന്ന് സാമ്പത്തികം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതാണ് ഇത്. കയ്യിൽ നിന്ന് സാമ്പത്തികം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. എത്ര നോക്കിയിട്ട് പിടിച്ച് എങ്ങനെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മളൊരു വാഹനം ഉണ്ടെന്ന് വെച്ചോളൂ, വാഹനം ഓടിച്ചു പോകും, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റായി കുറേ പൈസ അങ്ങനെ പോകും. അല്ലെങ്കിൽ കുട്ടികൾക്ക് അസുഖം വന്ന് കുറേ പൈസ പോകും. അല്ലെങ്കിൽ ആർക്കെങ്കിലും അസുഖത്തിൻ്റെ നമുക്കൊക്കെ പൈസകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും, പെട്ടെന്ന് അത് കംപ്ലൈൻ്റാവും, ആവശ്യമില്ലാത്ത കാശ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാശുകൾ നഷ്ടപ്പെടുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യം മാത്രം നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പൈപ്പുണ്ടല്ലോ, എല്ലാ റൂമിലും ടാപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ റൂമിലും ശ്രദ്ധിക്കുക. പൈപ്പിൽ നിന്ന് വെള്ളം എറ്റി വീഴുന്നതെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു പൈപ്പിൽ നിന്ന് വെള്ളം എറ്റി വീഴുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടും എന്ന് സാരം. ഏതെങ്കിലും ഒരു പൈപ്പിൽ നിന്ന് വെള്ളം എറ്റി വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതൊന്ന് വളരെ ശ്രദ്ധിക്കണം. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ക്ലോസറ്റിനകത്ത് വയർ പൈപ്പിലൂടെയാണ്. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വയർ പൈപ്പ് കണക്ക് ആ വയർ പൈപ്പിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഏറ്റു പോയിക്കൊണ്ടിരിക്കും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എല്ലാ പൈപ്പും ഒന്ന് ചെക്ക് ചെയ്യും. ഇന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യൂ. നിങ്ങളുടെ വീട്ടിലെ സകല പൈപ്പുകളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കൂ. ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ആ ടാപ്പ് മാറ്റുക, അല്ലെങ്കിൽ മുറുക്കി അങ്ങ് അടച്ചു വയ്ക്കുക. വെള്ളം തുള്ളിയായിട്ട് പോകുന്നത് നമ്മുടെ സാമ്പത്തികവും അതേപോലെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നിങ്ങളത് ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ അത്രയും മാറ്റം നിങ്ങൾക്കുണ്ടാവും, വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും. രണ്ടാമത്, നമ്മൾ ഈ കുളിമുറിയിൽ നിന്നൊക്കെ ഇപ്പോൾ ക്ലോസറ്റിനകത്ത് കുളിമുറിയിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി പോകുന്ന വേസ്റ്റ് വാട്ടർ പൈപ്പുണ്ട്. ഈ വേസ്റ്റ് വാട്ടർ പൈപ്പ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കിച്ചണിലെ സിങ്കിൽ നിന്ന് ഒഴുകി പോകുന്ന വേസ്റ്റ് വാട്ടർ പൈപ്പൊക്കെ ബ്ലോക്ക് ആവുകയാണെങ്കിലും നമുക്ക് സെയിം എഫക്റ്റ് ഉണ്ടാവും. നമ്മുടെ സാമ്പത്തികം നമുക്ക് വരാതെ ഇപ്പോൾ സാമ്പത്തിക ബ്ലോക്ക് നമുക്ക് അനുഭവപ്പെടേണ്ടി വരും. അങ്ങനെ ഇങ്ങനെയുള്ള വേസ്റ്റ് വാട്ടറൊക്കെ കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്ത് വിടാൻ ശ്രമിക്കുക. ആ ഒഴുക്കിന് തടസ്സപ്പെടാതെ വിടാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇൻകം സോഴ്സ് നമുക്ക് ബ്ലോക്ക് ആവാതെ നമുക്ക് കിട്ടുന്നതിനോടൊപ്പം കയ്യിൽ നിന്ന് ആവശ്യമില്ലാത്ത കാശ് നഷ്ടപ്പെട്ടു പോകാതെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് അതിനകത്തുണ്ട്. അത്രയും പവർഫുള്ളാണത് കേട്ടോ. ഇതിനെന്തെങ്കിലും സംശയം എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു ദിവസത്തേക്ക് കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ദിവസത്തേക്ക് കൂടെ നോക്കാം. 16-ാം തീയതി ശനിയാഴ്ച. കൊല്ലവർഷം
2024 നവംബർ മാസം 16-ാം തീയതി കൊല്ലവർഷം 1200-ാം ആണ്ട് വൃശ്ചികം 1-ാം തീയതി ശനിയാഴ്ചയാണ്. ശനിയാഴ്ച സൂര്യദേവൻ നമ്മുടെ കുബേരാശ്രമത്തിൽ കുബേരപൂജയുള്ള ദിവസമാണ്. പ്രത്യേകം വൃശ്ചികം 1 കൂടെയാണ്. ശനിദോഷ പരിഹാരത്തിലുള്ള പൂജ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും വരാൻ പറ്റുമെങ്കിൽ വന്നോളൂ കേട്ടോ. അപ്പോൾ ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:18 സൂര്യോദയം, വൈകുന്നേരം 5:54 സൂര്യാസ്തമയമാണ്. രാഹുകാലം വരുന്നത് 9:12 10:39 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:42 12:04 മധ്യയാണ്. മുഹൂർത്തം 12:08 12:29 മധ്യയാണ്. ഗുളികൻ ഉദയം 6:18 7:45 മധ്യയാണ്. യമഘട്ട സമയം 1:33 3 മണിക്കും ഇടയ്ക്കാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കുക. കാർത്തിക നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ്. അന്ന് യാത്രയ്ക്കൊക്കെ വളരെ ശ്രദ്ധിക്കണം. വിവാഹം നടത്താൻ പാടില്ല. വാസ്തുകർമ്മങ്ങൾ ഇതെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയത് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങൾ, അതായത് ഏതെങ്കിലും ഒരു സഭയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം. ഏതായിരുന്നാലും കുഴപ്പമില്ല, ഒരുവിധം കൊള്ളാമെന്നുള്ള ദിവസമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിവാഹത്തിനും ഉത്സവം, യാത്ര, പ്രതിഷ്ഠ, വാസ്തുകർമ്മങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോഴും പറയാറുണ്ട്, ചില ദിവസങ്ങളിൽ ചിലത് ചെയ്തുകൂടാന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, തലമുടി, നഖം എന്നിവ മുറിക്കരുതെന്ന് പറയാറുണ്ട്. കലഹങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം എന്നും പറയാറുണ്ട്. ഇങ്ങനെ നമുക്ക് ധ്യാനം, യോഗ ഒക്കെ പരിശീലിക്കുന്നത് നല്ലതാണ് അന്നത്തെ ദിവസം. നിങ്ങളെല്ലാവരും അന്നത്തെ ദിവസത്തേക്ക് ഈ യോഗയോ ധ്യാനമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ശനിയാഴ്ചത്തെ ദിവസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരിതാണ് മൗനവ്രതം. രാവിലെ തൊട്ട് ഉദയം മുതൽ അസ്തമയം വരെ ആരോട് സംസാരിക്കാതിരിക്കുക. പറ്റുമോ? ആർക്കും കൊണ്ട് പറ്റത്തില്ല അല്ലേ? ഞങ്ങളൊക്കെ കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ശനിയാഴ്ചയല്ല, ഞാൻ അല്ലാത്ത ദിവസം ചെയ്യുന്നത്. ശനിയാഴ്ച കുബേരപൂജയോടൊപ്പം മൗനവ്രതം എടുത്തുകൊണ്ടിരുന്നാൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്, വേറെ ദിവസങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂൽ ദോഷം, വസുഭജ ദോഷം, കരിനാൾ ദോഷം, ബലിദോഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂൽ ദോഷം, അകന്നാൾ ദോഷമുണ്ട്. അപ്പോൾ ഈ 2 ദോഷങ്ങളാണ് ഈ വരുന്ന ശനിയാഴ്ച ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ഉണ്ടാകുന്നത്. 2 ദോഷങ്ങളുണ്ട്. 1-ാം തീയതിയും കൂടെയാണ്. വൃശ്ചികം 1 ശബരിമലയിൽ പോകാനുള്ള തയ്യാറെടുപ്പിനും മാലയിടകളും ബഹളമൊക്കെ ആയിട്ട് ആൾക്കാർ നടക്കുകയാണ്. ശനിദോഷ പരിഹാരം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് ശനിയാഴ്ച ദിവസം. പറ്റുമെങ്കിൽ നിങ്ങളുടെ വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ നീരാഞ്ജനം കത്തിക്കുക. നീരാഞ്ജനം കത്തിക്കുമ്പോൾ എള്ള് കഴിയിട്ട് അതിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. നീരാഞ്ജനം കത്തിച്ചിട്ട് എല്ലാ റൂമുകളിലും കാണിച്ചതിന് ശേഷം ഉമ്മർത്ത് കൊണ്ടുവയ്ക്കും. ഒരു തേങ്ങ 2ആയിട്ട് പിളർന്നതിന് ശേഷം അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ, ദുരിതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കത്തിക്കുന്ന എണ്ണ വേപ്പെണ്ണയിലാണ് കത്തിക്കേണ്ടത്. അത് ഉമ്മറത്തല്ല വയ്ക്കേണ്ടത്, അത് വീടിന് പുറത്താണ് വയ്ക്കേണ്ടത്. വേപ്പെണ്ണയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പൊരു എപ്പിസോഡിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.